2 തവണ കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ച നടത്തി. പക്ഷേ ഈ ഇതെല്ലാം അതീവ രഹസ്യമായിട്ടായിരുന്നു. CPI വിഷയം അറിയിച്ചില്ല, CPIയുമായിട്ട് ചർച്ച ചെയ്തില്ല. അപ്പോൾ നടപ്പിലാക്കാൻ തന്നെയായിരുന്നു തീരുമാനം. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 1100 കോടിയോളം 1426 കോടി രൂപ നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്ന നിലപാടിലായിരുന്നു CPM ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ചർച്ച ഇല്ലാതെ ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ CPM ഇനി ആ നിലപാടിൽ നിന്ന് പിന്നാക്കാൻ പോവില്ല. മെമ്മോറാണ്ടത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. മെമ്മോറാണ്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും പിൻവാങ്ങാം. മെമ്മോറാണ്ടത്തിലെ കരടനുസരിച്ച് 30 ദിവസങ്ങൾ മാത്രം 30 ദിവസത്തിന് മുൻപ് ഇത് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഒരു നോട്ടീസ് കൊടുക്കണം. അതിനുള്ള സാഹചര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇതിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഇതിനിടയിൽ ABVP നേതാക്കൾ പോയി ശിവൻകുട്ടിയെ കണ്ട് അഭിനന്ദിച്ച് വെട്ടിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ CPMന്റെ നിലപാടിന് എന്തായിരിക്കും? ഒരു നിലപാട് മാറ്റം പ്രതീക്ഷിക്കാമോ? അരുൺ, ഇതിലൊരു നിലപാട് മാറ്റത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല അരുൺ. ഇതൊക്കെ നയങ്ങളും അതുപോലെ നിലപാടുകളുമെല്ലാം പരസ്യമായി പറയുമ്പോഴും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയാണ് CPIM ഏറ്റവും പ്രധാനമായി പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം, അത് രാജ്യത്തിന് മാതൃകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസം. പക്ഷേ പലപ്പോഴും അതിൽ വെള്ളം ചേർക്കേണ്ട സമീപനം സംസ്ഥാനത്തുണ്ടാകുന്ന ഒരു ഘട്ടം അത് നാണക്കേടുണ്ടാക്കുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്. പ്രത്യേകിച്ച് പലയിടങ്ങളിലും നേരത്തെ നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്തതുപോലെ സൗജന്യമായി ഈ യൂണിഫോം കൊടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതിക്ക് പോലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. സൗജന്യമായ പാഠപുസ്തക വിതരണത്തെ ബാധിക്കുന്നു. ഇതിനെല്ലാം ഉപരിയായി ആ സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ഭാഗമായുള്ള ഒരുപാട് പദ്ധതികൾ നിലച്ചു പോകുന്ന രീതിയിലേക്ക്, പ്രത്യേകിച്ച് ഭിന്നശേഷി കുട്ടികളുടെ കാര്യത്തിലെല്ലാം വലിയ ബുദ്ധിമുട്ട് സംസ്ഥാനത്തുണ്ടാകുന്നു. അതായത് CPI പറയുന്നത് പോലെ തമിഴ്നാട്ടിനെ പോലെ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് വാങ്ങിയെടുക്കാം എന്ന രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതി ഇവിടെ ഇല്ല എന്നുള്ളതാണ് CPIM-ഉം സർക്കാരും അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അടിസ്ഥാനം അത് പണമാണ്. പണം കിട്ടണമെങ്കിൽ ഒപ്പിടാതെ തരില്ല എന്ന പിടിവാശി കേന്ദ്രം പിടിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ ഒപ്പിടുക അല്ലാതെ മറ്റൊരു മാർഗമില്ല. പക്ഷെ സർക്കാരിനെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച് അവർ അതിൽ ഉറപ്പിക്കുന്ന ഒരു കാര്യം, NEP നടപ്പിലാക്കാതിരിക്കാനുള്ള വലിയ ശ്രമമുണ്ട്. അക്കാര്യത്തിൽ വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഒരു കാരണവശാലും കേന്ദ്രം പറയുന്ന രീതിയിൽ സംഘപരിവാർ അജണ്ട കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന സ്റ്റാൻഡാണ് CPIM മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, അത് CPIയെ ബോധ്യപ്പെടുത്താം എന്നായിരുന്നു, ബോധ്യപ്പെടുത്തേണ്ടതില്ലേ എന്നായിരുന്നു MA ബേബിയും അതുപോലെ LDF കൺവീനറും പറഞ്ഞതിന്റെ വിപരീതമായി ഇത്ര ധൃതി പിടിച്ച് എന്തിനിത് ചെയ്തു എന്ന് ചില നേതാക്കൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. TV പ്രസാദ്, ഞാനിന്ന് ദേശാഭിമാനി നോക്കുകയായിരുന്നു. ദേശാഭിമാനി പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ദേശാഭിമാനിയിൽ PMCയുമായി ബന്ധപ്പെട്ട ഒരു വരിയില്ല. കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃക, വ്യവസായ ഇടനാഴി, പുതുക്കാൻ നയരേഖ, ഭൂപതിവിനുള്ള വരുമാന പരിധി, ക്ഷേമ പെൻഷൻ വിതരണം 27 മുതൽ, ദേവപ്രിയയുടെ വാർത്ത, ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി തട്ടിപ്പിനെ തുടങ്ങിയ വാർത്തകളാണ്. ദേശാഭിമാനിയിൽ ഈ വാർത്ത ഉൾപേജിലുമില്ല, ആദ്യ പേജിലുമില്ല. ഇത്രയും പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ 9 മണിക്ക് നമ്മൾ 8:35 റിപ്പോർട്ടർ TVയാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. ഇന്നലെ 8:00 നമുക്ക് കിട്ടിയ വാർത്തയാണ്. പിന്നീട് അതിനുശേഷം എല്ലാ മാധ്യമങ്ങളിലും ഈ വാർത്ത വന്നിട്ടുണ്ട്. മാതൃഭൂമിയിലും ഈ വാർത്ത ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കേരളം പഠിക്കും കേന്ദ്ര മോഡൽ എന്ന തലക്കെട്ടിലാണ് മാതൃഭൂമി ആ വാർത്ത കൈകാര്യം ചെയ്യുന്നത്. മാധ്യമം കൈകാര്യം ചെയ്യുന്നത് CPIയിലെ ഐ വെട്ടി MC എന്നാണ് കൊടുത്തിരിക്കുന്നത്. മലയാള മനോരമയിൽ ആ വാർത്ത കൊടുത്തിരിക്കുന്നത് CPM ഒപ്പിട്ടു എന്നാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഏറെ കൗതുകകരമായ കാര്യം, TV പ്രസാദ്, ദേശാഭിമാനി ഈ വളരെ പ്രധാനപ്പെട്ട വാർത്ത പ്രസിദ്ധീകരിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് അരുൺ. യഥാർത്ഥത്തിൽ ഇത് പാർട്ടി നിലപാടിന് എതിരാണ്. അതായത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലടക്കം PM ശ്രീക്ക് എതിരായ പ്രമേയം പോലും ഉണ്ടായി എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. പക്ഷേ അത് പറയുമ്പോഴും CPIM അതിനെ വിശദീകരിക്കുന്നത് സർക്കാരും പാർട്ടിയും രണ്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ആഹ്വാനം ചെയ്ത ഹർത്താലിന് എതിരായ നിലപാട് മുഖ്യമന്ത്രിക്ക് സ്വീകരിക്കേണ്ടി വരുന്നില്ലേ എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നേതാക്കൾ പറയുന്നത്. ഭരണത്തിന്റെ വഴിക്കും പാർട്ടി നിലപാടായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇതിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട് ഏറെ പ്രധാനവുമാണ്. അരുൺ, ഇതിൽ എന്ത്